ബദർ യുദ്ധത്തിൽ മക്കയിലുള്ള സാധുക്കളായ ആളുകളെ ഭീഷണിപ്പെടുത്തി മക്ക മുശ്രിക്കുകൾ പിടിച്ചെടുത്തു വിൽക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സ്വത്ത് തിരിച്ചു വാങ്ങി എന്നല്ലാതെ ഒരു മുതലും പിടിച്ചെടുത്തിട്ടില്ല. ബദർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുക മാത്രമാണോ ചെയ്തത്? ബദർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത യുദ്ധമാണ്. ബദർ യുദ്ധത്തിൽ ഓലെന്തൊക്കെയാ കൊണ്ടെന്ന് വെച്ചാൽ അതൊന്നായിട്ടല്ലേ പിടിച്ചെടുത്ത്. ഒനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വത്ത് തന്നെയല്ലേ. ഇനി ഫിഖിന്റെ ബാബിൽ ഫുള്ളായിട്ട് ഒനീമത്ത് ഫൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്വത്തുക്കളില്ലേ. മുസ്ലിം സേന ചെല്ലുമ്പോഴേക്ക് പേടിച്ചും കൊണ്ട് ശത്രുക്കൾ ഒഴിഞ്ഞു പോവുകയും ശത്രുക്കൾ ആ നാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ വന്ന സ്ഥലം വിട്ടു പോവുകയോ സ്വത്തുക്കൾ ഇട്ടുപോവുകയോ ചെയ്താൽ പോരാട്ടമില്ലാതെ പിടിച്ചെടുത്ത അതിൻ്റെ പേരാ ഫൈ. പോരാട്ടത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തിൻ്റെ പേരാ ഒനീമത്ത്. പോരാട്ടം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവില്ലേ. ശാരീരിക പോരാട്ടം അനുവദനീയമാണെങ്കിൽ സാമ്പത്തിക പോരാട്ടം ഏതായാലും അനുവദനീയമല്ലേ. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള പോരാട്ടം എന്നതിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സമ്പത്തുക്കളുടെ പേരാണ് ഒനീമത്ത്. അങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആ മക്കത്തെ ഖുറൈശികളിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും അവരുടെ സ്വത്തുക്കളും പടയാങ്കികളും എല്ലാം അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും മാത്രമല്ല 70 ആളുകളെ അവരിൽ നിന്ന് ബന്ദിയാക്കി പിടിച്ചിട്ട് ആ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ മേടിച്ച് പണം മേടിച്ച് അവരെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമ്പത്തുക്കളാണ് ബദർ യുദ്ധത്തിൽ ലഭിച്ചിട്ടുള്ള സമ്പത്ത്. ഇതിന് ഒനീമത്ത് എന്നാ പേര്. ഓല് പിടിച്ചു മാത്രം എടുക്കണ പരിപാടിയൊന്നും അല്ല ഇത്. ഒനീമത്ത് എന്ന ഒന്നുണ്ട്. യുദ്ധം ഉണ്ടായ ഒനീമത്ത് എന്നുമുണ്ട്. ഇനിയും ഉണ്ടായ ഇനിയും ഉണ്ടാവും ഒനീമത്ത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായിട്ടുള്ള 5 കാര്യങ്ങളിൽ വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ് ഉഹില്ലത്തിലിയൽ വനായിമു. ഒനീമത്ത് സ്വത്തുക്കൾ പിടിക്കാനും ഒനീമത്ത് സ്വത്തുക്കൾ ഉപയോഗിക്കാനും അത് അതിൻ്റെ നിയമം പോലെ വിഹിതം വെക്കാനും എനിക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുണ്ട്. വലം യഹില്ല ലി അഹദിൻ ഖബലി, എൻ്റെ മുമ്പ് ഒരാൾക്കും അത് അനുവദനീയമായിരുന്നില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പ്രസിദ്ധമാണ്. അങ്ങനെയുള്ള ഒനീമത്ത് സ്വത്തുക്കളാണ് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ. യുദ്ധത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഫൈകളുമുണ്ട്. ഇതൊന്നും മറുപക്ഷം സമ്പത്ത് പിടിച്ചു വെച്ചിട്ടില്ലെങ്കിലും തടഞ്ഞു വെച്ചിട്ടില്ലെങ്കിലും എല്ലാം ചെയ്യാം. വെറും അവരുമായി നടന്ന യുദ്ധത്തിൽ ഖുറൈശികളിൽ നിന്ന് മാത്രം നല്ലല്ലോ ഗനീമത്ത് സ്വത്തിട്ടിയത്. വേറൊരുപാട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക സൈനിക നീക്കം നടത്തിയപ്പോൾ ഗനീമത്ത് സ്വത്ത് കിട്ടിയത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം കാണാം. ഇതൊക്കെ കാണാത്തവരല്ല ഇവർ, വായിക്കാത്തവരില്ല ഇവർ, ഓതിക്കൊടുക്കാത്തവരില്ല ഇവർ. ദർസ് നടത്തുന്ന കിതാബുകളിലും സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നതൊക്കെയല്ലേ ഇവരുടെ പ്രത്യേകമായ പരിപാടികൾ. അത്തരം സഹീഹുൽ ബുഖാരിയിലെ ചരിത്രങ്ങളിലെല്ലാം ഹദീസുകളിലെല്ലാം വിവരിച്ചിട്ടുള്ള ഈ വസ്തുതകളൊക്കെ സൗകര്യപൂർവം ഈ രാജ്യത്ത് നിന്നുള്ള പ്രസംഗമാണ് എന്ന് കരുതിയിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഇസ്ലാമിക ചരിത്രത്തിന് വിഷമമുണ്ടാകും. മാത്രമല്ല യഥാർത്ഥ ചരിത്രങ്ങളൊക്കെ ആരെ ഉദ്ദേശിച്ചാണോ ഇതൊക്കെ മിനുക്കിക്കൂട്ടി പറയുന്നതെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നതെങ്കിൽ അതേ കൂട്ടർക്ക് വായിക്കാനുള്ള എത്രയോ മലയാള പുസ്തകങ്ങൾ, പരിഭാഷാ പുസ്തകങ്ങൾ, അറബികളെ വെച്ചിട്ട് വായിച്ചു പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങളൊക്കെ എമ്പാടും കിട്ടുപോയി ഈ കാലത്ത്. അപ്പം ഈ കാലത്ത് ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇത് ഒരാൾക്ക് മാത്രമുള്ള സോക്കേടല്ല, എല്ലാ ആളുകൾക്കും സംഭവിച്ചിട്ടുള്ളൊരു വലിയ സംഗതിയാണ്. യഥാർത്ഥത്തിൽ ശരിക്കും പഠിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമത്തെ ശരിയായ രീതിയിൽ തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുകയും നിയമങ്ങളായി പറഞ്ഞു കൊടുക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള സംസാരം.